ഇടനാഴിയിലൊട്ടാകെ പഴയ ചന്ദനത്തിൻ്റെയും ഈർപ്പമുള്ള ഭിത്തികളുടെയും മണം നിറഞ്ഞിരുന്നു. 15 വർഷമായി ആരും താമസിക്കാത്ത അമ്മയുടെ തറവാട്ടിൽ ഒരു രാത്രി മാത്രം തങ്ങാനായിരുന്നു അർജുൻ വന്നത്. പക്ഷെ സന്ധ്യയോടെ അവൻ ശ്രദ്ധിച്ചു, നടുമുറ്റത്തെ പഴയ നിലവിളക്ക് സ്വയം കത്തിയിരിക്കുന്നു. വലിയ വെളിച്ചമല്ല, എന്നാൽ നിഴലുകൾ അനങ്ങാൻ മതിയാകുന്നത്ര മാത്രം. രാത്രിയായപ്പോഴേക്കും വീട് ശാന്തമായി നിശബ്ദമായി. ശേഷം അവൻ കേട്ടു മന്ദഗതിയിലുള്ള ഒരു ശ്വാസം, മുറിക്ക് പുറത്തൊരിടത്തു നിന്ന്. അതിനുശേഷം കാലിലണിയുന്ന മണിയുടെ ശബ്ദം നടുമുറ്റത്തിന് ചുറ്റും വട്ടം കറങ്ങി നടക്കുന്നു. അർജുൻ നിശ്ചലമായി കേട്ടു നിന്നു. കുറച്ചു നേരത്തിനു ശേഷം ആ ശബ്ദം അവൻ്റെ വാതിലിന് മുന്നിൽ നിർത്തി. മൃദുവായി പതുക്കെ ആ ശബ്ദം അവൻ്റെ വാതിലിൽ മുട്ടി. അവൻ ശ്വാസം പിടിച്ചു. വാതിലിന് താഴെയുള്ള നിഴൽ പതിയെ വളഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. പുറത്തു നിൽക്കുന്ന എന്തോ ഒന്ന് തല ഒരു വശത്തേക്ക് ചെരിച്ച് അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോഴാണ് മുറിക്കുള്ളിൽ നിന്നും കാലിലണിയുന്ന മണിയുടെ ശബ്ദം വീണ്ടും മുഴങ്ങിയത്. അവൻ തിരിഞ്ഞു നോക്കി. ഭിത്തിയിലെ പഴയ കണ്ണാടിക്കുള്ളിൽ അവൻ്റെ പിന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. മങ്ങിയ വെള്ളമുണ്ടെടുത്ത നനഞ്ഞ മുടിയുമായി, മുഖം വ്യക്തമല്ലാത്ത ഒരു സ്ത്രീ രൂപം. അർജുൻ പെട്ടെന്ന് തിരിഞ്ഞു. മുറി ശൂന്യം. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ആ രൂപം കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഭയന്ന് അവൻ പിന്നോട്ട് തെന്നിയപ്പോൾ അരികിലെ വിളക്ക് വീണ് കെട്ടുപോയി. വീടൊട്ടാകെ ഇരുട്ട് പടർന്നു. ശേഷം അവൻ്റെ പിന്നിൽ നിന്നും മറ്റൊരു ശ്വാസം, മനുഷ്യൻ്റേതല്ലാത്ത ആഴമുള്ള ഒരു ശബ്ദം. ചന്ദ്രപ്രകാശം പതിഞ്ഞപ്പോൾ അവൻ അവളെ വീണ്ടും കണ്ടു. ക്ഷീണിച്ച കണ്ണുകൾ, നനഞ്ഞ മുഖം, വർഷങ്ങളായി എന്തോ കാത്തുനിന്ന ഒരാളുടെ നിശ്ചലത. അവൾ വിറയുന്ന ഒരു വിരൽ ഉയർത്തി നടുമുറ്റത്തെ പഴയ കിണറിലേക്ക് ചൂണ്ടി. അർജുൻ അറിയാതെ അതിലേക്ക് നടന്നു. കിണറിനരികിൽ എത്തിയപ്പോൾ വെള്ളത്തിനുള്ളിൽ സ്വന്തം പ്രതിബിംബത്തിന് താഴെ മറ്റൊരു മുഖം ചിരിക്കുന്നത് അർജുൻ കണ്ടു. അതിനുശേഷം ഒരു കൈ വെള്ളത്തിൽ നിന്നും ഉയർന്നു. വെള്ളത്തിൽ കുതിർന്ന വിരലുകൾ, കറുത്ത നഖങ്ങൾ. പക്ഷേ ആ കൈയിലെ വെള്ളിമോതിരം കണ്ട നിമിഷം അർജുൻ്റെ ഹൃദയം നിശ്ചലമായി. അത് അവൻ്റെ അമ്മയുടെ മോതിരമായിരുന്നു. പെട്ടെന്ന് പഴയ ഓർമ്മകൾ തലച്ചോറിനുള്ളിൽ മിന്നിത്തുടങ്ങി. ആ രാത്രി ഒരു വഴക്ക്, അമ്മയുടെ നിലവിളി, കിണറിലേക്ക് വീഴുന്ന ശബ്ദം, കിണറിനരികിൽ നിന്ന് എല്ലാം കണ്ട ചെറിയ പ്രായത്തിലുള്ള അവൻ. അമ്മ അപകടത്തിൽ വീണതെല്ലാം അപ്പോഴാണ് അവൻ ഓർത്തത്. ആരെങ്കിലും അമ്മയെ തള്ളിയിട്ടതായിരിക്കും. പക്ഷേ ആ സത്യം അവൻ വർഷങ്ങളോളം മറന്നുപോയിരുന്നു.